അപ്പോൾ ഇന്ന് നമ്മളൊരു ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നല്ല ഒരു ചിക്കൻ റോസ്റ്റ് അല്ലെങ്കിൽ ഒരു ചിക്കൻ്റെ ഒരു സെമി ഗ്രേവി ആയിട്ടുള്ള കറി നമുക്ക് എങ്ങനെ പെട്ടെന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കാമെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു എങ്ങനെ നമുക്ക് സോഫ്റ്റ് ചപ്പാത്തി ഉണ്ടാക്കാമെന്നുള്ളത്. അപ്പോൾ 1 മിനിറ്റിൽ കുഴച്ചുകൊണ്ട് നമ്മളതിനെ റെസ്റ്റ് ചെയ്യാനായിട്ട് ഹാഫ് ആൻ അവർ വെച്ച് നമ്മളതിനെ ചെയ്തെടുക്കണം. വളരെ സോഫ്റ്റായിട്ട് നമുക്ക് ഒത്തിരി എനർജിയും പ്രശ്നമൊന്നും ഇല്ലാതെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചപ്പാത്തിയുടെ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ ആ ഒരു അരമണിക്കൂർ ഗ്യാപ്പ്, റെസ്റ്റ് ചെയ്യുന്ന അരമണിക്കൂർ ഗ്യാപ്പിലാണ് നമ്മൾ ഈ ചിക്കൻ കറി ചെയ്തിരുന്നത്. അപ്പോൾ അതൊരു ഒത്തിരി ലോങ് വീഡിയോ ആയി. അപ്പോൾ അത് ഒത്തിരി ലോങ് ആകുമ്പോൾ ബുദ്ധിമുട്ടാവണ്ടല്ലോ കാണുന്നവർക്കെന്ന് വിചാരിച്ച് നമ്മളതൊരു വേറെ വീഡിയോ ആയിട്ടാണ് ഇന്ന് നമ്മളിത് ഇട്ടിരിക്കുന്നത്. ചിക്കൻ കറി വളരെ സിമ്പിളും വളരെ ഈസി ആയിട്ടും അതുപോലെ കഴിക്കാൻ ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും പൊറോട്ടയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ്റെ കറിയാണ്. ഒപ്പം സെമി ഗ്രേവിയാണ്, ചെറിയൊരു റോസ്റ്റഡ് ആയിട്ടുള്ള ഒരു രീതിയിൽ. ഇത് ബിഗിനേഴ്സിനും ബാച്ചിലേഴ്സിനൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് കേട്ടോ. പെട്ടെന്ന് ചെയ്തെടുക്കുകയും ചെയ്യാം, ഒത്തിരി ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ ചെയ്യുന്ന ചിക്കൻ കറിയാണ്. അപ്പോൾ എല്ലാവരും ചിക്കൻ കറിയൊക്കെ കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് സെക്ഷനിൽ എഴുതാം. അപ്പോൾ നമ്മളിനി അടുത്തതായിട്ട് ചിക്കൻ കറിയാണ് കേട്ടോ ചെയ്യാൻ പോണേ. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ കുറച്ച് എണ്ണ ഒഴിക്കുക. ഗ്യാസ് കത്തിക്കാൻ വിട്ടുപോയിട്ടോ. അങ്ങനെ നമ്മൾ ഗ്യാസ് കത്തിച്ചു. എന്നിട്ട് കുറച്ച്, ഞാനിവിടെ റൈസ് ബ്രാൻഡ് ഓയിലാണ് കേട്ടോ ഉപയോഗിക്കുന്നത്, തവിടെണ്ണ കുറച്ച് ഒഴിക്കുക. എന്നിട്ട് ഇനി ഇതൊന്ന് ചൂടായി കത്തി കേട്ടോ. ആ സമയം കൊണ്ട് നമുക്ക് അതിൻ്റെ ആദ്യത്തെ ഇൻഗ്രീഡിയൻറ്റ് ഞാൻ ചേർക്കുന്നത് ഇവിടെ കുറച്ച് മല്ലിയില, കുറച്ച് വേപ്പില, കുറച്ച് പച്ചമുളക്, അതൊക്കെ നിങ്ങളുടെ ഇതിനനുസരിച്ച് എടുക്കാം കേട്ടോ. പിന്നെ കുറച്ച് 3-4 കഷ്ണം ഇഞ്ചി, പിന്നെ കുറച്ച് വെളുത്തുള്ളി. ഓക്കെ, ഇത്രയും എടുത്തിട്ട് ഇതിനൊന്ന് ക്രഷ് ചെയ്യണം കേട്ടോ. നന്നായി അറിയരുത്, ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. നമ്മളിവിടെ ക്രഷ് ചെയ്തെടുത്തു കേട്ടോ. നന്നായിട്ട് നമ്മുടെ ഇതൊക്കെ ക്രഷായി വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിൽ എണ്ണയിലേക്ക് ചേർക്കാൻ പോകണം കേട്ടോ. ചെറിയതായിട്ട് കഷ്ണങ്ങളൊക്കെ എടുക്കണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതൊക്കെ കാരണം നമ്മളിങ്ങനെ ഒത്തിരി നൈസായിട്ട് അരച്ച് കഴിഞ്ഞാലേ ചിക്കൻ കറിക്ക് അതൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. ഞാൻ എപ്പോഴും ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെയാണ് ഞങ്ങൾ ഉണ്ടാക്കുക. അപ്പോൾ കുറച്ചും കൂടിയും നമുക്കതിൻ്റെ ആ ഫ്ലേവർ നന്നായിട്ട് ആ കറിയിലേക്ക് വരും. ഇതിനൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നമ്മളൊന്ന് ചെറുതായിട്ട് ഇതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ പോലെ അത് വരെ ഇങ്ങനെ ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ചെറുതായിട്ടൊന്ന് സോട്ട് ചെയ്താൽ മതി. അപ്പോൾ ആ സമയം കൊണ്ട് ഞാനിവിടെ സബോള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇവിടെ ഞാനൊരു 3 വലിയ സബോളയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. നമ്മൾ ഏകദേശം ഒരു 750 ഗ്രാം അത്രയൊക്കെ ചിക്കനാണ് നമ്മുടെ ചിക്കനുള്ളത്. അപ്പോൾ 750 ഗ്രാം ഇറച്ചിയാണ് കേട്ടോ ചിക്കൻ്റെ, അതാണ് നമുക്കുള്ളത്. അപ്പോൾ അതിലേക്കാണ് നമ്മളിത് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു 3 സവാള എടുത്തിട്ടുണ്ട്. ഈ 3 സവാള അരിഞ്ഞതും ഇതിലേക്ക് ചേർത്തു. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിടാം. അപ്പോൾ ഇത് പെട്ടെന്ന് ഇതൊന്ന് വഴന്ന് വരാനായിട്ട് എന്താ ചെയ്യേണ്ടത്, ഇതിൽ കുറച്ച് ഉപ്പ് ചേർത്താൽ മതി. കാരണം എന്തായാലും കറിയിൽ നമുക്ക് ഉപ്പ് ചേർക്കണ്ടേ. അപ്പോൾ ആ ഉപ്പ് നമ്മൾ ഇപ്പോൾ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് വഴന്ന് വരും കേട്ടോ. ഇത് ബിഗിനേഴ്സിനൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കറിയാണ് കേട്ടോ. പെട്ടെന്ന് ചെയ്യാം. നല്ല അടിപൊളി ചിക്കൻ റോസ്റ്റ് ചപ്പാത്തിയുടെ കൂടെ നമുക്ക് കഴിക്കുകയും ചെയ്യാം. അപ്പോഴേക്കും നമ്മുടെ ചപ്പാത്തിയുടെ സമയമാവും കേട്ടോ. നമ്മൾ അരമണിക്കൂറാണ് മാവ് കുഴച്ച് മാറ്റി വെച്ചിരിക്കണേ. ആ മാവ് ഒന്ന് സോഫ്റ്റ് ആവാനായിട്ട് ആ നേരം കൊണ്ട് നമ്മൾ ഈ ചിക്കൻ കറീനെ റെഡിയാക്കും. അപ്പോൾ ഇവിടെ നമ്മുടെ സബോള നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. അതിന് കണ്ടോ എണ്ണയൊക്കെ സെപ്പറേറ്റ് ആയി തുടങ്ങി കേട്ടോ. അത്യാവശ്യം ഒന്ന് വഴന്നിട്ടുണ്ട്. നമുക്ക് ഒത്തിരി ഒന്നും വഴക്കണ്ട കേട്ടോ, ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നാൽ മതി. പിന്നെ നമ്മൾ ഉപ്പിട്ടല്ലോ, അതുകൊണ്ട് പെട്ടെന്ന് കുറച്ച് നമുക്ക് വഴന്ന് കിട്ടും. ഇനി അടുത്തത് നമ്മളിതിലേക്ക് പൊടികൾ ചേർക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്തൊക്കെ പൊടികളാണ് ചേർക്കണതെന്ന് പറയാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ചേർക്കുന്നത് മുളക് പൊടിയാണ്. മുളക് പൊടി ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. അത് ഏകദേശം നമ്മളൊരു 1.5 ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്തത് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി നമ്മളൊരു 2 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത്. 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്തു. ഇതെല്ലാം നമ്മൾ അതിലേക്ക് തന്നെയാണ് കേട്ടോ ചേർത്ത് കൊടുക്കണേ. പിന്നെ കുരുമുളക് പൊടി നമ്മൾ കുറച്ച് ചേർക്കും. അത് ഏകദേശം ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ മഞ്ഞൾപ്പൊടി ഏകദേശം ഒരു 1/2 ടീസ്പൂൺ. ഇനി ലാസ്റ്റ് നമ്മുടെ കിച്ചൺ ട്രഷറിൻ്റെ ചിക്കൻ മസാലയാണ് കേട്ടോ ചേർക്കുന്നത്. നമ്മളിങ്ങനെ വീട്ടിലുണ്ടാക്കിയ ചിക്കൻ മസാലയൊന്നും ഇല്ല നമ്മുടെ. നമ്മൾ അങ്ങനെ ഉണ്ടാക്കാറില്ല, നമ്മൾ മേടിക്കുക ചെയ്യാറ്. അപ്പോൾ കിച്ചൺ ട്രഷറിൻ്റെ ചിക്കൻ മസാല ഈസ്റ്ററിനേക്കാളൊക്കെ എനിക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് തോന്നിയത് കിച്ചൺ ട്രഷറാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അതാണ് ചേർക്കാറ്. ഇനി ലാസ്റ്റ് നമ്മളൊരു ഇൻഗ്രീഡിയൻറ്റും കൂടി ഇടുന്നുണ്ട്.
അതാണ് 1 ടീസ്പൂൺ കസൂരി മേത്തി. കസൂരി മേത്തിയും 1 ടീസ്പൂൺ ഇടും. അതും നല്ലൊരു ഫ്ലേവർ കൊടുക്കുന്നതാണ് കേട്ടോ. ഇനി നമ്മളിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. എന്ന് പറഞ്ഞാൽ ആ മസാലകളുടെയൊക്കെ ഒരു മണം ഉണ്ടാവില്ലേ, റോ മണം, അതൊന്ന് മാറിപ്പോണം കേട്ടോ. ആ മസാലയുടെ പച്ചക്കുത്തൊക്കെ മാറി വരുന്നത് വരെ നമ്മളിതിലൊന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വഴറ്റി കൊടുക്കും. അപ്പം ഇനിയിപ്പോൾ ഇത് ഇവിടെ ഇരുന്നിട്ട് ഒന്ന് മൂത്ത് വെക്കാം കേട്ടോ. അപ്പം ഈ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ തക്കാളി ഞാനിവിടെ മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ വേറെ ഒന്നുണ്ട് കേട്ടോ, ഈ വേപ്പില ഇടാൻ മറന്നുപോയി. വേപ്പിലയും കൂടി ഇതിലിട്ടുണ്ട്. നമ്മൾ അരച്ച് ചേർക്കുമ്പോൾ കുറച്ച് വേപ്പില ഇട്ടിരുന്നു കേട്ടോ, ബാക്കിയുള്ള വേപ്പിലയാണേ. ഇനി അടുത്തതായിട്ട് നമ്മളിതിൽ തക്കാളി ചേർക്കാൻ പോകണം. തക്കാളി ഞാൻ അരച്ച് തക്കാളിയുടെ പ്യൂരിയാണ് ചേർക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഇവിടെ ഏകദേശം ഒരു 4 തക്കാളി, ചെറിയ തക്കാളികളാണ്, 4 എടുത്ത് വെച്ചിട്ടുണ്ട്. ആ 4 തക്കാളി മുറിച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ, അരയ്ക്കാൻ എളുപ്പത്തിന്. എന്നിട്ട് നമ്മൾ ഇതിനൊന്ന് അരച്ച് ഇതിൽ പ്യൂരി എടുക്കും കേട്ടോ. നമ്മൾ ഈ പ്യൂരി എടുക്കുന്നത് എന്തിനാണെന്നറിയോ, അല്ലെങ്കിൽ ഒത്തിരി സമയം ഈ തക്കാളി അതിൽ കിടന്ന് വഴന്ന് വരാനായിട്ട് നമുക്ക് എടുക്കും കേട്ടോ. അപ്പോൾ ഒത്തിരി സമയമാകുമ്പോൾ അത്രയും ടൈം പോകണ്ടല്ലോ. അപ്പോൾ പ്യൂരി ആണെങ്കിൽ പെട്ടെന്ന് ആയി വരും. അപ്പോൾ ഇതൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ, ഒന്ന് ഇറക്കി കൊടുക്കാം. നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഈ തക്കാളിയുടെ പ്യൂരി ഒഴിക്കുകയാണ് കേട്ടോ. ഇനി ഇതിൻ്റെ ഉള്ളിൽ നിന്ന് തക്കാളി അരച്ചത് ചേർത്തു. ഇനി ഇതിനെ നമ്മൾ ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇത് നമ്മൾ നന്നായിട്ടൊന്ന് മൂടി വെക്കും കേട്ടോ. ആ മൂടി വെക്കുന്ന അത് കുറച്ച് നേരം കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ ഇതിനുള്ളിൽ നിന്ന് എണ്ണ സെപ്പറേറ്റ് ചെയ്ത് വന്നിട്ടുണ്ടാകും. അപ്പോഴാണ് നമ്മളിനി ഇതിലേക്ക് ചിക്കൻ്റെ പീസ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിനെ നമ്മളൊന്ന് നന്നായിട്ട് മൂടി വയ്ക്കുക, നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ. തക്കാളിയും മസാലയൊക്കെ കിടന്ന് നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ. 3/4 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് കഴുകി വാരാൻ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ മസാല എന്തായി നോക്കാം കേട്ടോ. എണ്ണയൊക്കെ സെപ്പറേറ്റ് ചെയ്ത് നന്നായി വന്നിട്ടുണ്ട് കണ്ടോ. ഇനി നമ്മളിതിനൊന്നും കൂടി മിക്സ് ഉണ്ടാക്കാൻ എളുപ്പമാണ് കേട്ടോ. നമുക്കിത് പെട്ടെന്ന് ചെയ്തെടുക്കാം. നമുക്കൊരു അരമണിക്കൂർ സമയം കൊണ്ട് ഇത് രണ്ടും ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഇനി ഞാനിതിലേക്ക് നമ്മുടെ ചിക്കൻ്റെ പീസ് ഇട്ട് കൊടുക്കാം കേട്ടോ. വെള്ളമൊന്നും ഒഴിക്കാതെയാണ്, വെറുതെ ചിക്കൻ്റെ പീസുകളാണ് ഇട്ട് കൊടുക്കണേ. ഇനി ചിക്കനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലായിടത്തേക്കും മസാല എല്ലാ ചിക്കനിലേക്ക് എത്തുന്ന പോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഈ സമയത്ത് നമ്മൾ നേരത്തെ ഉള്ളി വഴറ്റുന്ന സമയത്ത് കുറച്ച് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. ഉപ്പ് കുറച്ച് പോരായി വരും. അപ്പോൾ അതുകൊണ്ട് കുറച്ചും കൂടി നമ്മൾ ഇതിലേക്ക് ഉപ്പ് എടുത്തിടും കേട്ടോ. നിങ്ങളുടെ ആവശ്യത്തിന് നിങ്ങളുടെ ഉപ്പിൻ്റെ അളവ് നോക്കിയിട്ടിടാം. ഞാൻ സാധാരണ കുറവ് ഉപ്പ് ഉപയോഗിക്കുന്ന ആളാണ്, അതുകൊണ്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ടുള്ളൂ. കണ്ടോ. ഇനി നമ്മൾ ഇതിനെ ഇങ്ങനെ മൂടി വെക്കാം കേട്ടോ. ഇനി ഇതിവിടെ കിടന്ന് വേവണം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഇതിനെ അടച്ചു വെക്കുകയാണ്. ചിക്കൻ ഇവിടെ നന്നായിട്ടില്ലേ കണ്ടോ, ചൂടായൊക്കെ ആയി വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ ചിക്കൻ റോസ്റ്റാണ് ചെയ്യുന്നത്, ചിക്കൻ കറിയല്ല, റോസ്റ്റാണ്. അപ്പോൾ ഇനി നമ്മൾ അടുത്ത് ചെയ്യാൻ പോണത്, നമ്മൾ എണ്ണ ഒഴിച്ചത് എപ്പോഴായിരുന്നു എന്ന് വെച്ചാൽ നമ്മൾ ഈ സവോള വഴറ്റുന്ന സമയത്താണ് ഒഴിച്ചത്. ഇനിയിപ്പോൾ നമ്മൾ കുറച്ചും കൂടി എണ്ണ ചേർക്കും, കാരണം നമുക്കിത് റോസ്റ്റിംഗ് അല്ലേ. അപ്പോൾ നമ്മളിങ്ങനെ സൈഡിൽ കൂടെ കുറച്ച് എണ്ണ നമ്മൾ ചേർത്ത് കൊടുക്കും കേട്ടോ. ഏകദേശം ഒരു 2-3 ടീസ്പൂൺ. അതെന്താണെന്ന് വെച്ചാൽ എന്നാലാണ് ആ റോസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആ ടേസ്റ്റ് കറക്റ്റായിട്ടൊന്ന് മുരിഞ്ഞൊക്കെ കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ. ഇനി ഇതിനെ വീണ്ടും നമ്മൾ മിക്സ് ചെയ്യും. നമ്മളിതിൽ ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല കേട്ടോ, വെള്ളം ചേർക്കാതെയാണത് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ മഴയത്തൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. നല്ല മഴയും നല്ല ഇപ്പം മഴ ഒന്ന് നിന്നിരിക്കുകയാണ്, എന്നാലും നല്ല മഴയുടെ കാലാവസ്ഥ. രാവിലെ തൊട്ട് നല്ല മഴയായിരുന്നു. അപ്പോൾ ഈ ഒരു കാലാവസ്ഥയിലൊക്കെ നമുക്ക് പെട്ടെന്ന് കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ, ചപ്പാത്തിയും കോഴിക്കറിയൊക്കെ. അപ്പോൾ എല്ലാവരും വീടുകളിൽ തന്നെ ഇതുപോലെ നല്ല സോഫ്റ്റായിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ചപ്പാത്തി. ഒത്തിരി എല്ലാവർക്കും ചപ്പാത്തി ഉണ്ടാക്കാനുള്ള ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി കുഴയ്ക്കണം, അത് കുഴച്ചിട്ടും അത് ഭയങ്കര ഹാർഡാണ്. പിന്നെ ചിലവർ ചൂടുവെള്ളത്തിൽ കുഴയ്ക്കും, ചിലവർ ഇതിൽ വെളിച്ചെണ്ണ ഒഴിക്കണം കാണാം. അങ്ങനെയൊക്കെയാണ് പല ആൾക്കാരും ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു രീതിയും വേണ്ട, നമ്മളിപ്പോൾ ഈ നോർമൽ ചെയ്ത രീതിയിൽ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല സോഫ്റ്റ് ചപ്പാത്തി. പക്ഷെ ഒരേ ഒരു ഇതേ ഉള്ളൂ, നമ്മളൊരു 1/2 മണിക്കൂർ ഇതിനെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. കുഴക്കലൊക്കെ 1 മിനിറ്റ് മതി, പക്ഷെ റെസ്റ്റിങ്ങിനാണ് 1/2 മണിക്കൂർ സമയം കൊടുക്കുന്നത്. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് കറി ചെയ്യാമല്ലോ. അപ്പോൾ നമ്മൾ
അരമണിക്കൂർ കൊണ്ട് ചപ്പാത്തി റെഡിയാക്കിയപ്പോൾ അതുകൊണ്ട് നമ്മുടെ കറിയും ഏകദേശം റെഡിയായി തുടങ്ങി. അപ്പോൾ നമ്മുടെ ചിക്കൻ കറിയിൽ കണ്ടോ നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല റോസ്റ്റ് ചിക്കൻ റെഡിയായി. നല്ല ഗ്രേവിയൊക്കെ അത്യാവശ്യത്തിനുണ്ട്. നിങ്ങൾ ഒത്തിരി ഗ്രേവി ഇല്ലാതെ കുറച്ച് ഗ്രേവി ആയിട്ട് എടുക്കാനുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ചപ്പാത്തിയുടെ കൂടെ അതിനൊന്ന് ഇട്ടിട്ടൊന്ന് നോക്കാം കേട്ടോ എങ്ങനെയാണ്. ഞാനിതിൽ നിന്ന്